ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് ലക്ഷദ്വീപ് സന്ദർശനം നാളെ. കേരള സന്ദർശനം മറ്റന്നാൾ. പുതുവർഷത്തിൽ എക്സ്പോസാറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ISRO. ആഹ്ലാദത്തോടെ പുതുവർഷത്തെ വരവേറ്റ ലോകം. രാജ്യത്തും ആഘോഷ പരിപാടികൾ. സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭിക്കുന്ന കെ-സ്മാർട്ട് പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്ന് എറണാകുളത്ത്. സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടി ഇന്ത്യൻ കൌമാര താരം അനഹത് സിംഗ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 2 ദിവസം തമിഴ്നാടും ലക്ഷദ്വീപും കേരളവും സന്ദർശിക്കും. നാളെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെത്തുന്ന അദ്ദേഹം ഭാരതിദാസൻ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. ഉച്ചയ്ക്ക് തിരുച്ചിറപ്പള്ളിയിലെ പൊതുപരിപാടിയിൽ വ്യോമയാനം, റെയിൽ, റോഡ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഷിപ്പിംഗ്, ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട 19,850 കോടി രൂപയിലധികം വരുന്ന വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒന്നിലധികം റെയിൽവേ പദ്ധതികളും ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. വൈകിട്ട് ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തുന്ന പ്രധാനമന്ത്രി പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ കവരത്തിയിലെത്തുന്ന പ്രധാനമന്ത്രി ടെലി കമ്മ്യൂണിക്കേഷൻ, കുടിവെള്ളം, സൌരോർജ്ജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. തുടർന്ന് കവരത്തിയിലെ സൌരോർജ്ജ പ്ലാന്റ് രാജ്യത്തിന് സമർപ്പിക്കും. കൽപ്പേനിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും വിവിധ ദ്വീപുകളിലെ 5 മാതൃകാ അങ്കണവാടികളുടെ നിർമ്മാണത്തിനും ശ്രീ മോദി തറക്കല്ലിടും. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി മറ്റന്നാൾ വൈകിട്ട് തൃശൂരിൽ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിലും പങ്കെടുക്കും. ISRO PSLV C-58 എക്സ്പോസാറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ രാവിലെ 9:10 വിക്ഷേപണം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ താരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ദൌത്യത്തിന്റെ കാലാവധി 5 വർഷമാണ്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റ് ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും എക്സ്പോസാറ്റിനൊപ്പം വിക്ഷേപിച്ചു. എക്സ്പോസാറ്റിന്റെ വിജയകരമായ വിക്ഷേപണത്തിൽ ബഹിരാകാശ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ISROയെ അഭിനന്ദിച്ചു. പുതുവർഷത്തിൽ ISROയുടെ തുടക്കം നല്ല രീതിയിലാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലും മേൽനോട്ടവും ISROയ്ക്കുണ്ടെന്നും ഒന്നിനുപുറകെ ഒന്നായി വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബഹിരാകാശ വകുപ്പുമായി സഹകരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആഹ്ലാദത്തോടെ പുതുവർഷത്തെ വരവേറ്റ് ലോകം. രാജ്യത്തും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ജാൻറ്റ്വേലൻ ക്ഷേത്രത്തിൽ പുതുവർഷ ആരതി നടന്നു. കൊണാട്ട് പ്ലേസിൽ ധാരാളം പേർ പുതുവർഷം ആഘോഷിക്കാനെത്തി. മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മറൈൻ ഡ്രൈവ്, ഗിർഗോൺ, ചൌബട്ടി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വൻ തിരക്കായിരുന്നു. സിദ്ധിവിനായക ക്ഷേത്രം, മുംബദേവി ക്ഷേത്രം, പള്ളികൾ എന്നിവിടങ്ങളിലും ധാരാളം പേരെത്തി. താനെയിൽ നടന്ന രക്തദാന ക്യാമ്പിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പങ്കെടുത്തു. ഗോവയിൽ വർണ്ണാഭമായ കമ്പം ഉണ്ടായിരുന്നു. ചെന്നൈ കാമരാജർശാല, സിംലയിലെ മാൾ റോഡ് എന്നിവിടങ്ങളിലും വലിയ തോതിൽ ജനം എത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ പാട്ടും നൃത്തവുമായി ജനം ആവേശത്തോടെ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുത്തു. ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് സാക്ഷി വഹിക്കാൻ ജനം കൂട്ടമായി എത്തി. ജമ്മു കാശ്മീരിൽ ലാൽ ചൌക്കിന് സമീപം പുതുവത്സരാഘോഷം നടന്നു. പഞ്ചാബിൽ ഹോട്ടലുകളിലും മറ്റും പരിപാടികൾ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുതുവത്സരാശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സാഗർ പരിക്രമയുടെ 10ാം ഘട്ടം ഇന്ന് ചെന്നൈ തുറമുഖത്ത് നിന്ന് ആരംഭിച്ചു. നെല്ലൂർ, വിശാഖപട്ടണം, ശ്രീകാകുളം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ദൌത്യം കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുമായി കേന്ദ്രമന്ത്രിമാർ ആശയവിനിമയം നടത്തും. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മേഖലയിലുള്ളവർക്കും വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യും. മത്സ്യത്തൊഴിലാളി സമൂഹത്തിനു വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളുടെ വിതരണവും നടക്കും. രാജസ്ഥാനിൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ സബ്സിഡി നിരക്കിൽ 450 രൂപയ്ക്ക് ഇന്നു മുതൽ വിതരണം ചെയ്യുന്നു. സബ്സിഡി തുക വനിതാ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അറിയിച്ചു. നിലവിൽ PM ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും സിലിണ്ടർ 500 രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. ഒരു കുടുംബത്തിന് വർഷം 12 സിലിണ്ടർ സബ്സിഡി നിരക്കിൽ ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാരെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയെ വിമർശിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. മന്ത്രി സജി ചെറിയാന്റേത് ആക്ഷേപമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവർണർ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ബില്ലിലും ഒപ്പിടാതിരുന്നില്ല. ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന കേരയിൽ പദ്ധതിയോട് കേന്ദ്രത്തിന് യോജിപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. നൂതന സാങ്കേതിക രംഗത്തെ സംബന്ധിച്ച് രാജ്യത്തിന് തന്നെ വഴികാട്ടിയാണ് കേരളമെന്നും കെ സ്മാർട്ട് പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ സ്മാർട്ട് പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് 900ഓളം സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭിക്കുന്ന കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ യാത്ര ഇന്നെത്തും. കോട്ടയം ജില്ലയിൽ കാണക്കാരി, കുറവിലങ്ങാട്, എറണാകുളം ജില്ലയിൽ ഉദയംപേരൂർ, തിരുവാണിയൂർ, മലപ്പുറത്ത് വേങ്ങര, കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഇന്നത്തെ പര്യടനം. കണ്ണൂർ ജില്ലയിൽ പാനൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തും തലശ്ശേരി ടൌൺഹാൾ കോമ്പൌണ്ടിലുമാണ് യാത്ര. ഇതിനു പുറമെ കോളയാട് പഞ്ചായത്ത് ഗ്രൌണ്ടിലും പാട്യം പഞ്ചായത്തിലും പര്യടനം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ കിളിമാനൂർ, പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം. എറണാകുളം ജില്ലയിൽ മാറ്റിവച്ച നവകേരള സദസ്സ് ഇന്നും നാളെയുമായി നടക്കും. നേരത്തെ ഡിസംബർ 9 നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സദസ്സ് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് മാറ്റിവച്ചത്. ഉച്ചകഴിഞ്ഞ് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത്. തുടർന്ന് പിറവം KSRTC ബസ് സ്റ്റാൻഡ് ഗ്രൌണ്ടിൽ പിറവം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കും. നാളെ ഉച്ചകഴിഞ്ഞ് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയകാവ് ക്ഷേത്ര മൈതാനിയിലും വൈകിട്ട് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സും നടക്കും. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. വൈകുന്നേരം വർക്കല ശിവഗിരിയിൽ നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനത്തിന് ശേഷം സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 3 ദിവസത്തെ ദേശീയ തെരുവ് ഭക്ഷ്യമേള 2023 ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. നാഷണൽ അസോസിയേഷൻ ഓഫ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഓഫ് ഇന്ത്യയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാലിന്യമുക്തമായ ഇന്ത്യയിലെ ആദ്യത്തെ തെരുവ് ഭക്ഷ്യമേളയാണിത്. 22 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തുർക്കി, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിരുന്നു. ബെൽഗോറോഡ് നഗരത്തിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 20 പേർ കൊല്ലപ്പെട്ടതായി റഷ്യ അറിയിച്ചു. യുക്രൈൻ അതിർത്തിക്കടുത്ത് നടന്ന സംഭവത്തിൽ 111 പേർക്ക് പരിക്കേറ്റു. യുക്രൈൻ കേന്ദ്രങ്ങൾക്കെതിരെ റഷ്യ 122 മിസൈലുകളും 36 ഡ്രോണുകളും കൊണ്ട് ആക്രമണം നടത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് യുക്രൈന്റെ തിരിച്ചടി. ഹൂതികൾ സഞ്ചരിച്ച ചെറു ബോട്ടുകൾ ചെങ്കടലിൽ വച്ച് US നാവികസേന തകർത്തു. ചരക്ക് കപ്പലിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആക്രമണം. യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള 4 കപ്പലുകൾ മസ്ക് ഹാങ്ഷോ ചരക്ക് കപ്പലിന് നേരെ വെടിയുതിർത്തതായും US സൈന്യം അറിയിച്ചു. എഡിൻബർഗിൽ നടന്ന സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ കൌമാര താരം അനഹത് സിംഗ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടി. സ്കോട്ട്ലൻഡ് താരം റോബിൻ മക്ലപ്പനെയെ 11-6, 11-1, 11-5 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2 തവണ ഏകദിന ലോകകപ്പ് നേടിയ ടീമിലെ അംഗമായിരുന്ന താരം സിഡ്നിയിൽ പാകിസ്ഥാനെതിരായ ഓസ്ട്രേലിയയുടെ നടക്കാനിരിക്കുന്ന ടെസ്റ്റിന് ശേഷം തന്റെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 2025 ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അംഗമാകാൻ താൽപര്യമുണ്ടെന്ന് വാർണർ പറഞ്ഞു. ഏപ്രിൽ 22 മുതൽ 25 വരെ കാനഡയിലെ ടൊറന്റോയിൽ നടക്കുന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിലേക്ക് ഇന്ത്യൻ താരം ദൊമരാജു ഗുകേഷും യോഗ്യത നേടി. ആർ പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് ലക്ഷദ്വീപ് സന്ദർശനം നാളെ. കേരള സന്ദർശനം മറ്റന്നാൾ. പുതുവർഷത്തിൽ എക്സ്പോസാറ്റ് വിജയകരമായി വിക്ഷേപിച്ച ISRO. ആഹ്ലാദത്തോടെ പുതുവർഷത്തെ വരവേറ്റ ലോകം. രാജ്യത്തും ആഘോഷ പരിപാടികൾ. സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭിക്കുന്ന കെ സ്മാർട്ട് പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്ന് എറണാകുളത്ത്. സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടി ഇന്ത്യൻ കൌമാരതാരം അനഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.